Hi friends, what about your study? Now I think you all have learned very well about the present tense and the past tense. പ്രീവിയസ് ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നൗ ലെറ്റ്സ് ഗോ ടു ദ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ, ഐ മീൻ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതാ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നടന്ന് തൊട്ടടുത്ത മൊമെന്റിൽ നടക്കുന്നത് വരെ എന്താണ്, ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാനാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ് ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് പലപ്പോഴും വളരെ യൂസ് കുറവാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നമ്മൾ പ്രസന്റ് ടെൻസ് പഠിച്ചപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അതിൻ്റെ ഒരു യൂസ് ഉണ്ടായിരുന്നു. ഫിക്സഡ് പ്രോഗ്രാം എന്ന് പറയും. നമ്മൾ ഓൾറെഡി ഫ്യൂച്ചറിലോട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ പറയാനൊക്കെ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യും? സിമ്പിൾ പ്രസന്റ് ടെൻസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് കേരള നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം പ്രൈം മിനിസ്റ്റർ കേരളം കാണാൻ വരും എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഫ്യൂച്ചർ ടെൻസ് അല്ല യൂസ് ചെയ്യുന്നത്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതുപോലെ പ്രസന്റ് കണ്ടിന്യൂസ്ലി ഉണ്ടായിരുന്നു. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ, തൊട്ടടുത്ത മൊമെന്റിൽ നമ്മൾ നാളെ ഒരു ഫിലിം കാണാൻ വേണ്ടി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് പറയാ? അതൊക്കെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അതുപോലെ വി ആർ വാച്ചിങ് എ മൂവി ഇൻ ദ ഈവനിങ്. നമ്മൾ വൈകുന്നേരം ഒരു മൂവി വാച്ച് ചെയ്യും. അതും നമ്മൾ എന്ത് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്? പ്രസന്റ് കണ്ടിന്യൂസിലാണ്. അങ്ങനെ മറ്റു പല ടെൻസുകളും എന്ത് ചെയ്യുകയാണ്? ഈ ഫ്യൂച്ചർ ടെൻസിന്റെ ജോലി ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ ഫ്യൂച്ചർ ടെൻസിന്റെ യൂസ് വളരെയധികം കുറവ് വരുന്നത്. സോ എന്നിരുന്നാലും നമ്മൾ ആസ് എ സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് എക്സാം ടൈമിൽ ഫ്യൂച്ചർ ടെൻസ് നമുക്ക് അറിയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം ടൈമിൽ ഇത് വരും. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് വരാം നമുക്ക് ഫ്യൂച്ചർ ടെൻസ്. സോ പാറ്റേൺ: സബ്ജക്റ്റ്, വിൽ, ഷാൾ പ്ലസ് വെർബ്. ഇത് വളരെ പഴയ ഒരു പാറ്റേൺ ആണ്. സബ്ജക്റ്റ്, വിൽ പ്ലസ് ഷാൾ പ്ലസ് വെർബ്. ഇപ്പോ ഈ ഒരു പാറ്റേൺ ഇല്ല. ഇപ്പൊ സബ്ജക്റ്റ്, വിൽ പ്ലസ് വെർബ് എന്ന് പറഞ്ഞു. വെർബിന്റെ ബേസ് ഫോം ആണ് കേട്ടോ. വെർബിന്റെ എന്താണ്? ബേസ് ഫോം ആണ്. വെർബിന്റെ ബേസ് ഫോം ആണ് വരുന്നത്. അപ്പോൾ ഷാള് പണ്ട് കാലത്ത് നമ്മൾ ഒരു 100 വർഷം മുമ്പുള്ള ആളുകളോടൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും സബ്ജക്റ്റ്, വില്ല്, ഷാള് പ്ലസ് വെർബ്. ഷാള് ഐന്റെയും വിയുടെയും കൂടെ ഷാൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് അവർ പറയും. പക്ഷേ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പോ സബ്ജക്റ്റ്, വിൽ പ്ലസ് വെർബാണ്. എന്തിൻ്റെയും കൂടെ നമ്മളിപ്പോൾ എന്തിനെയാണ് യൂസ് ചെയ്യുന്നത്? വിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഐ ആണെങ്കിലും യു ആണെങ്കിലും ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും എല്ലാം ഇപ്പൊ എന്താണ് യൂസ് ചെയ്യുന്നത്? വിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി പഴയ ആ ഓൾഡ് റൂൾ ഒന്ന് നോക്കാം. ഐ, വി, ഐയുടെയും വിന്റെയും കൂടെ എപ്പോഴും എന്താണ്? ഷാളാണ്. ഫസ്റ്റ് പേഴ്സൺ ആണ് അല്ലെ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഫസ്റ്റ് പേഴ്സൺ ആണ് എന്ത്? ഐയും വിയും. ഐ, വി, ഐ എന്ന് പറയുന്നത് ഞാൻ. ഇവിടെ ആരാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞത്? എന്താണ്? ആരാണോ സ്പീക്കർ, ആരാണോ സംസാരിക്കുന്നത്, ആ വ്യക്തിയാണ് ഫസ്റ്റ് പേഴ്സൺ. നൗ ഹിയർ ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ. ഞാനാണ് ഇവിടെ എന്ത്? ഫസ്റ്റ് പേഴ്സൺ. നിങ്ങളാണ് ഇവിടെ എന്ത്? സെക്കൻഡ് പേഴ്സൺ. നമ്മൾ ആരെ കുറിച്ചാണോ സംസാരിക്കുന്നത് അവരാണ് എന്ത്? തേർഡ് പേഴ്സൺ. ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോ നിങ്ങളോട് പറയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ആണ്, ആള് ഭയങ്കര ലുക്കാണ്, ആള് വേറെ ലെവലാണെന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പൊ ഇവിടെ ആരാണ് ഫസ്റ്റ് പേഴ്സൺ? ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ അല്ലെ. ഐ എന്ന് പറയുന്ന ഞാനാണ് ഫസ്റ്റ് പേഴ്സൺ. ഇത് കേട്ടോണ്ടിരിക്കുന്ന യു, നിങ്ങളാണ് എന്ത്? സെക്കൻഡ് പേഴ്സൺ അല്ലെ. അല്ലെങ്കിൽ ഹി, അവനാണ്, അല്ലെങ്കിൽ അവരാണ്. അത് എന്റെ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന അവരാണ് എന്ത്? സെക്കൻഡ് പേഴ്സൺ. ഇനി നമ്മൾ രണ്ടുപേരും ആരെക്കുറിച്ചാണ് പറഞ്ഞത്? മറ്റാരെ കുറിച്ചും അല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ ആരാണ് തേർഡ് പേഴ്സൺ? ഹിസ് ആണ്, അല്ലെങ്കിൽ ഹെർ ആണ്, അല്ലെങ്കിൽ ദെയർ ആണ്, അവരെ കുറിച്ചാണ്. ഓക്കെ. സോ ഇവിടെ ഐ, വി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സന്റെ കൂടെയാണ് ഷാൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് കാലത്തുള്ള ഒരു റൂളാണ് കേട്ടോ. ദെൻ ഹി,
ഷീ, ദേ, യു ഇവരുടെ കൂടെയാണ് എന്ത് യൂസ് ചെയ്യുക? വിൽ യൂസ് ചെയ്യുക. പക്ഷെ ഇപ്പൊ എന്തുണ്ട്? ഇപ്പൊ ഐയുടെയും വിയുടെയും കൂടെ എന്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? വിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉള്ളത്. സബ്ജക്റ്റ് വിൽ ഓർ ഷാൾ പ്ലസ് V1 അല്ലെങ്കിൽ സബ്ജക്റ്റ് വിൽ പ്ലസ് V1. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹി വിൽ ഡ്രിങ്ക് കോഫി. എന്താണ്? ഹി വിൽ ഡ്രിങ്ക് കോഫി. അവൻ കോഫി കുടിക്കും. ഭാവിയിലാട്ടോ, അല്ലെങ്കിൽ നാളെയൊക്കെ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യാണ്? കോഫി കുടിക്കും. ദെൻ ഹി വിൽ റൈറ്റ് എ ലെറ്റർ. അവൻ എന്ത് ചെയ്യാണ്? അവനൊരു ലെറ്റർ എഴുതും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വെറും ബേസ് ഫോം ആണ് ട്ടോ. ബേസ് ഫോം നമുക്ക് എപ്പോഴും ഈസിയാണ്. ഡു ഫോം, ബേസ് ഫോം എന്താണ്? ഇപ്പൊ ഡു ആണെങ്കിൽ ഏതാണോ, ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രിങ്ക്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, ഈറ്റ് ആണെങ്കിൽ ഈറ്റ്, സ്ലീപ്പ് ആണെങ്കിൽ സ്ലീപ്പ്, ജമ്പ് ആണ് ജമ്പ്. വളരെ ഈസിയാണ് ബേസ് ഫോം. ഓക്കെ, ദെൻ ഷീ വിൽ വാഷ് ഹെർ കാർ. അവൾ അവളുടെ കാർ കഴുകും. ദേ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് പഠിക്കും. ദെൻ മൈ മദർ വിൽ കുക്ക്. എൻ്റെ അമ്മ പാചകം ചെയ്യും. ഐ ഷാൾ റീഡ് എ നോവൽ. ഞാൻ ഒരു നോവൽ എഴുതും. വി ഷാൾ റൈറ്റ് ടു ഹർ. ഇവിടെ ഷാളിന് പകരം എന്താണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്? വില്ലാണ് കേട്ടോ. ഷാളിന് പകരം വില്ലാണ് യൂസ് ചെയ്യുക. വി വിൽ റൈറ്റ് ടു ലെറ്റർ എന്ന് പറഞ്ഞാലും എന്താണ്? പെർഫെക്റ്റ് ആണ്. ഇനി നിങ്ങൾ അഥവാ ഷാൾ യൂസ് ചെയ്യുന്ന വിചാരിച്ച് മിസ്റ്റേക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് മാർക്ക് മിസ്സാവൊന്നുമില്ല. യൂസ് ചെയ്യാറില്ല എന്ന് മാത്രം. ഓൾഡ് റൂൾ ആയതുകൊണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആരും യൂസ് ചെയ്യാറില്ല. ഹി വിൽ കം ടു ഹിയർ ടുമാറോ. അവൻ ഇവിടെ നാളെ വരും. ഹി വിൽ മാരി ഹെർ നെക്സ്റ്റ് മന്ത്. അവൻ അവളെ അടുത്ത മാസം മാരി ചെയ്യും. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. ദെൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസേജ്. നമുക്ക് ഇനി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ യൂസുകൾ നോക്കാം. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണ്? ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഐ ഷാൾ ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി. ഞാൻ അവനെ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. എന്താണ്? ഞാൻ അവനെ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ഐ വിൽ ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി. ഞാൻ അവനെ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യും എന്നും പറയാം. ദെൻ വി ഷാൾ ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി. ദെൻ വി വിൽ ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി എന്നും പറയാം. ദെൻ യു വിൽ ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി. യു വിൽ ഇൻവൈറ്റ് ഹിം ടു ദ പാർട്ടി. നിങ്ങൾ അവനെ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ഐ വിൽ ഓർ ഐ ഷാൾ സ്റ്റഡി എ ന്യൂ സബ്ജക്ട്. ഞാൻ എന്ത് ചെയ്യും? ഒരു പുതിയ വിഷയം പഠിക്കും. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, പ്രസന്റ് കണ്ടിന്യൂസ്, ഇങ്ങനെ സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും ഇവരുടെ ജോലി ഏറ്റെടുക്കുന്നുണ്ട്. ആരുടെ ജോലി? ഈ ഫ്യൂച്ചർ ടെൻസിന്റെ ജോലി. അങ്ങനെ ഇപ്പൊ വളരെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, സംസാരിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണിത്. ആർ ഗോയിങ് ടു, ഈസ് ഗോയിങ് ടു, ആം ഗോയിങ് ടു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഈസു ആം, ആറ് പ്ലസ് വെർബ് പ്ലസ് ing നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ വളരെ വൃത്തിയായിട്ട് പഠിച്ചതാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ യൂസും വരുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ വിൽ സ്റ്റഡി എ ന്യൂ സബ്ജക്ട്. ഞാൻ എന്ത് ചെയ്യും? ഒരു പുതിയ സബ്ജക്റ്റ് പഠിക്കും. ഓക്കെ, ഇനി അതിന് നമ്മൾ ഈ ആം ഗോയിങ് ടു എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് ഒന്ന് നോക്കാം. ഐ എം ഗോയിങ് ടു സ്റ്റഡി എ ന്യൂ സബ്ജക്ട്. ഞാനൊരു പുതിയ സബ്ജക്റ്റ് പഠിക്കും. ഒരു മീനിങ്ങിൽ ഒരു മാറ്റവും വരുന്നില്ല. എന്താണ് സംഭവിച്ചത്? ഇതാ ഇവിടെ കാണുന്ന വില്ലിന് പകരം ആരെ യൂസ് ചെയ്തു? ഐ എം ഗോയിങ് ടു യൂസ് ചെയ്തു. ഇതാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ലൈഫിൽ യൂസ് ചെയ്യുന്നത് കുറവാകാനുള്ള കാരണം. ഓക്കെ, ദെൻ ഹി വിൽ റീഡ് ദാറ്റ് ബുക്ക്. അവൻ ആ ബുക്ക് വായിക്കും. അതിന് പകരം ഹി ഈസ് ഗോയിങ് ടു റീഡ് ദാറ്റ് ബുക്ക്. ഹി വിൽ read that book. He is going to read that book. മീനിങ് സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. വില്ലിന് പകരം എന്ത് യൂസ് ചെയ്തു? ഈസ് ഗോയിങ് ടു യൂസ് ചെയ്തു. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെയാണ് എന്ത് യൂസ് ചെയ്തത്? ഈസ് യൂസ് ചെയ്തത്. ദെൻ ദേ വിൽ ബൈ ഷോപ്സ്. അവരെന്ത് ചെയ്യാണ്? ഷോപ്പ് വാങ്ങും. ദേ എന്താണ്? പ്ലൂറൽ ആണല്ലോ. പ്ലൂറൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആര് വരും?
they are going to buy shops. അപ്പോൾ ആർ ഗോയിങ് ടു, ഈസ് ഗോയിങ് ടു, ആം ഗോയിങ് ടു എന്ന് പറയുന്നത് എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? വില്ലിന് പകരം ഫ്യൂച്ചർ ടെൻസ് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൂടുതലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് ഫ്യൂച്ചർ കണ്ടി? ഇപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പറഞ്ഞു, വളരെ സിമ്പിൾ ആണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എന്താണ്? സബ്ജക്റ്റ് വിൽ പ്ലസ് വെർബ്. സബ്ജക്റ്റ് വിൽ പ്ലസ് വെർബ് മാത്രം മതി. സബ്ജക്റ്റ് വിൽ പ്ലസ് ഷാൾ പ്ലസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഷാൾ പ്ലസ് വെർബ്. ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. നേരത്തെ തുടങ്ങിയ ഒരു പ്രവൃത്തി ഭാവിയിൽ തുടർന്നു കൊണ്ടിരിക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഈ ടെൻസ് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ ഒരു പ്രവൃത്തി ഫ്യൂച്ചറിൽ തുടങ്ങി അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നു എന്ന് സൂചിക്കാൻ. എൻ്റെ എൻഡിങ് പാർട്ട് കാണിക്കുന്നില്ല. ഫ്യൂച്ചറിൽ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ആയിട്ട് തുടരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ നാളെ ഈ ഒരു 2-3 മാസത്തോളം ഞാനൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറയാൻ എന്ത് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ബിഫോർ എ പെർട്ടിക്കുലർ മൊമെന്റ് ആൻഡ് നോട്ട് കംപ്ലീറ്റഡ്. ഓക്കെ, ഒരു പ്രത്യേക മൊമെന്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ആയിട്ട് പോകുന്നു എന്ന് കാണിക്കാനാണ് എന്ത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ബട്ട് നോട്ട് കംപ്ലീറ്റഡ്. ആ ആക്ഷൻ എന്താണ്? അവിടെ കംപ്ലീറ്റ് ആയിട്ടുമില്ല. അതിന്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, ഇതും പഴയ ഒരു ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഷാൾ ഓർ വിൽ പ്ലസ് ബി എന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ കൂടുതലായിട്ടും വിൽ മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ പാറ്റേൺ സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ING എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെയാണ് എന്ത് വരുന്നത്? ING വരുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ വിൽ ബി പ്ലേയിങ് ടെന്നീസ് അറ്റ് 10 AM ടുമാറോ. ഞാൻ നാളെ 10-ന് ടെന്നീസ് കളിക്കുകയായിരിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തി ടെന്നീസ് നാളെ 10 മണിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെ? കളിക്കുകയായിരിക്കും. സ്റ്റാർട്ടിങ് ടൈം 10 ആണോ? അല്ല. ഏകദേശം ആള് ചിലപ്പോൾ ഒരു 7 മണിക്കോ 8 മണിക്കോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ടെന്നീസ് കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? 10 മണിക്ക് ടെന്നീസ് കളിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അത് എത്ര മണിക്ക് തീരും എന്ന് പറയും? ചിലപ്പോൾ 1 മണി 2 മണിയായിരിക്കും. സോ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഇടയിലുള്ള ഈ ഒരു ടൈമിന് വേണ്ടി മാത്രമാണ്. അതിന്റെ ബിഗിനിങ് ടൈം ചിലപ്പോൾ ഒരു 8 മണിയായിരിക്കും, അത് അവിടെ കാണിക്കുന്നില്ല. ഓക്കെ, ക്ലോസിംഗ് ടൈം എപ്പോഴായിരിക്കും? അതൊരു 1 PM ആയിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ കംപ്ലീറ്റും ആയിട്ടില്ല, ബിഗിനിങ് നമ്മൾക്ക് കാണിച്ചത്. അതിന്റെ ഇടയിൽ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് കാണിക്കാനാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. എക്സാമ്പിൾ ഒന്നും കൂടെ നോക്കാം. ഐ പ്ലസ് വിൽ ബി പ്ലസ് പ്ലേയിങ് ടെന്നീസ് അറ്റ് 10 AM ടുമാറോ. അതിന്റെ കൂടെ എന്താണ് വന്നിട്ടുള്ളത്? വിൽ ബി. അതിന്റെ കൂടെ എന്നല്ല, എന്തിന്റെ കൂടെ എന്താണ് വരിക? വിൽ ബി തന്നെയാണ് വരിക. പ്ലേയിങ് എന്താ ഇവിടെ വന്നിരിക്കുന്ന? ING ഫോം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കണം. ഞാൻ നാളെ 10 മണിക്ക് ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഞാൻ നാളെ 10 മണിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ബസ്സിൽ ഞാൻ നാളെ ഒരു 10 മണിയാകുമ്പോൾ എന്തായിരിക്കും? യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരില്ലേ? ആ സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഇനി രണ്ട് സെന്റൻസുകൾ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് നോക്കാം. വെൻ യു റീച്ച് ഹോം ഐ വിൽ ബി സ്ലീപ്പിംഗ്. എന്താണ്? ഐ വിൽ ബി സ്ലീപ്പിംഗ്. എവിടെയാണ് നിങ്ങൾക്ക് എന്ത് കാണുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് കാണിക്കുന്നത്. വെൻ യു റീച്ച് ഹോം, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയാണ്, നീ നാളെ എന്നെ ഒരു 10 മണിക്ക് വീട്ടിൽ കാണാൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടാവും? ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. ആ ടൈമിൽ എന്തായിരിക്കും? ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും പറയാണ്. പക്ഷെ എപ്പോ ഉറങ്ങിയെന്ന് നിങ്ങൾ പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ 7 മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. എപ്പോ ഉറക്കം കഴിയും എന്നുള്ളതും പറയുന്നില്ല. പക്ഷെ ഫ്രണ്ട് കയറി വരുന്ന ടൈമിൽ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, വെൻ യു റീച്ച് ഹോം ഐ വിൽ ബി സ്ലീപ്പിംഗ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, വി വിൽ ബി ഈറ്റിംഗ് when the movie start. ഫിലിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഭക്ഷണം അവിടെ ഇരുന്ന് എപ്പോഴോ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫിലിം കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കും. പക്ഷെ ഫിലിം സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ എന്താ? ഫിലിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ദെൻ ഇനി കുറച്ച് കൂടുതൽ എക്സാമ്പിൾ നോക്കാം. ഒന്നും കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ എക്സാമ്പിളിലൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് ഏത് ടെൻസ് ആണെങ്കിലും ഏത് ഗ്രാമർ പാർട്ടും നമുക്കൊന്ന് കൂടുതൽ
അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ കേട്ടോ. ഓക്കെ, ദെൻ ഐ വിൽ ബി ഡിസ്കസിങ് ദ മാറ്റർ. ഞാൻ ആ മാറ്റർ നാളെ എന്തായിരിക്കും, അല്ലെങ്കിൽ മാറ്റർ എന്തായിരിക്കും, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാം. നാളെ നിങ്ങളൊക്കെ ഓഫീസിലോട്ട് കയറി വരുമ്പോൾ ഞാനപ്പോൾ എന്തായിരിക്കും, ഞാൻ ആ മാറ്റർ എന്തായിരിക്കും, ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, ദെൻ ഐ ഷാൾ ബി റീഡിങ് ദ ബുക്ക് ദിസ് ടൈം ടുമാറോ. നാളെ ഈ ടൈം ആവുമ്പോൾ എന്തായിരിക്കും, ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഓക്കെ, എപ്പോൾ തുടങ്ങിയെന്ന് പറയുന്നില്ല, എന്താണ്, നോട്ട് കംപ്ലീറ്റ് ആണ്. ബുക്ക് വായന അവിടെ തീരുന്നില്ല. നിങ്ങൾ കയറി വരുന്ന സമയത്ത് ഞാൻ ബുക്ക് വായിച്ച് തീരുന്നില്ല, പക്ഷെ എന്തായിരിക്കും, ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ദെൻ അറ്റ് ദിസ് ടൈം ടുമാറോ, നാളെ ഇതേ ടൈമിൽ ഐ വിൽ ബി സിറ്റിംഗ് ഓൺ ദ ബീച്ച് കാലിക്കറ്റ്. ഞാൻ എവിടെയായിരിക്കും, ബീച്ചിൽ ഇരിക്കുമായിരിക്കും. കാലിക്കറ്റ് ബീച്ചിൽ എവിടെ ഇരിക്കുമായിരിക്കും, കാലിക്കറ്റ് ബീച്ചിൽ ഞാൻ ഇരുന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങൾ എവിടെ ചോദിക്കുമ്പോൾ നാളെ ഞാൻ ഈ സമയമാകുമ്പോൾ എന്തായിരിക്കും, അവിടെ ബീച്ചിൽ ഇരുന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, പക്ഷെ ആ ഏത് ടൈമിൽ അവിടെ ചെന്നോന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് എപ്പോൾ എണീക്കുമോ എന്നുള്ളതും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നോക്കേണ്ടത് ഒന്നേ ഉള്ളൂ, അതിന്റെ ഫോർമാറ്റ് വിൽ ബി പ്ലസ് ING. ഓക്കെ, വിൽ ബി പ്ലസ് ING. അതിന് ശേഷമായിരിക്കും മറ്റു ടൈമും കാര്യങ്ങളും ഒക്കെ വരിക. ഓക്കെ, ദെൻ ഇതിന് കുറച്ച് ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് എക്സാമിനൊക്കെ കൂടുതൽ നമുക്ക് ഇത് എത്ര പഠിച്ചു പോയാലും ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ നമ്മളെ ആ സമയത്ത് സഹായിക്കുക ഈ പറഞ്ഞ ടൈം ഇൻഡിക്കേറ്റേഴ്സിനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് ടൈം ഇൻഡിക്കേറ്റേഴ്സ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ ടെൻസിൽ എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ടൈം ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇത് കേട്ടോ. ബൈ ദ ടൈം, ബൈ ദാറ്റ് ടൈം, ബൈ ടുമാറോ, നെക്സ്റ്റ് ഇയർ, ബൈ ദിസ് time after tomorrow, by this time next month, by this time next year, next month, next day, next year, tomorrow, ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ എന്താണ്, ഫ്യൂച്ചർ ടെൻസ് ആണ്. ഓക്കെ, അതുപോലെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം, ടു മേക്ക് ഗസ്സസ് അബൌട്ട് ദ പ്രസന്റ് ടെൻസ് ഗസ് ചെയ്യാൻ. അത് എങ്ങനെയായിരുന്നു, അതിനൊരു ഉദാഹരണം നമുക്ക് മലയാളത്തിൽ പറഞ്ഞു നോക്കാം. നിങ്ങളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ വൈഫ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങൾ പറയാണ്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ വൈഫ് വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ ടൈമിൽ വൈഫ് എന്ത് ചെയ്യായിരിക്കും, കുക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ വൈഫ് ഈ സമയത്ത് വീട്ടിൽ ക്ലീനിങ് വാഷൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മക്കൾ എന്തേ സമയത്ത് ചെയ്യുന്നത്, നിങ്ങളോട് ഒരാളിങ്ങനെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വെച്ചാൽ മക്കളൊക്കെ എന്താ, അവരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങനെ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് പ്രസന്റ് ടൈം എന്ത് ചെയ്യാണ്, ഗസ് ചെയ്യാണ്. ഉദാഹരണം നോക്കാം. മൈ വൈഫ് വിൽ ബി കുക്കിംഗ്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, എൻ്റെ വൈഫ് എന്ത് ചെയ്യായിരിക്കും, കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അതെപ്പോ ഐ തിങ്ക് ഷീ ഈസ് കുക്കിംഗ് ബട്ട് നോട്ട് ഷുവർ. ഇത് ഗസ് മാത്രമാണ്. ഓക്കെ, ആൾക്ക് ഉറപ്പൊന്നുമില്ല വൈഫ് അവിടെ കുക്ക് ചെയ്ത്, വൈഫ് ചിലപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഇതെന്താണ്, ആളുടെ ഗസ്സിങ് മാത്രമാണ്. ആൾ അവിടെ നിന്നിട്ട് പ്രസന്റ് ടെൻസിലോട്ടുള്ള ഗസ്സിങ് മാത്രമാണ്. ഓക്കെ, മൈ മദർ വിൽ ബി വർക്കിംഗ് നൗ. എൻ്റെ അമ്മ ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, എൻ്റെ അമ്മ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഉറപ്പില്ല കേട്ടോ. ഐ തിങ്ക് ഷീ ഈസ് വർക്കിംഗ് നൗ ബട്ട് നോട്ട് ഷുവർ. ഇവിടെ എന്താണ്, ആ വ്യക്തിയുടെ തോട്ടാണ്. ഐ തിങ്ക് ഷീ ഈസ് വർക്കിംഗ് നൗ ബട്ട് നോട്ട് ഷുവർ. ഓക്കെ, അങ്ങനെ ടു മേക്ക് ഗസ്സസ് അബൌട്ട് ദ പ്രസന്റിനെ കുറിച്ച് ഗസ്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, പ്രസന്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസും നമ്മൾ പഠിച്ചു. വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. എന്നിരുന്നാലും ഓർത്ത് വെക്കുക, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വെർബ്, അല്ലെങ്കിൽ ഷാൾ എന്നും പയ്യൊരു ഫോർമാറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. ദെൻ പ്രസന്റ് കണ്ടിന്യൂസ് വിൽ ബി പ്ലസ് ING. ഓക്കെ, വളരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ ടോപ്പിക്.